ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന ക്യാമറ ടൈപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡ്വഞ്ചർ ക്യാമറ ടൈപ്പുകളാണ്. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഇതിനൊരു ഉദാഹരണം പറയാം. ഗോപ്രോ പോലെയുള്ള ക്യാമറകളാണ്. അപ്പോൾ ഈ അഡ്വഞ്ചർ ക്യാമറ ടൈപ്പുകൾ എന്ന് പറയുന്നത് സാധാരണ DSLR-നേക്കാളും അല്ലെങ്കിൽ മറ്റ് കോമ്പാക്ട് ക്യാമറകളെക്കാളും കുറച്ചുകൂടി കോമ്പാക്ട് ആയിരിക്കും, കുറച്ചുകൂടി ചെറുതായിരിക്കും. അതുപോലെ തന്നെ അതിനെ നല്ല രീതിയിൽ എന്തെങ്കിലും ഇമ്പാക്ട് വന്നാൽ അതിനെ തടുത്തു നിർത്തുവാൻ വേണ്ടിയിട്ടുള്ള കഴിവുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാഹസിക യാത്ര പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് DSLR ക്യാമറ കൊണ്ടുപോകുന്നുണ്ടെങ്കിലും DSLR ക്യാമറയൊക്കെ ചെറിയ രീതിയിൽ താഴെ വീഴുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുങ്ങുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെ വിലപിടിപ്പുള്ളതാണെങ്കിൽ കൂടി വെതർ സീൽഡ് ആണ് എന്ന് കമ്പനി പറയുന്നുണ്ടെങ്കിൽ പോലും ഇതുപോലെ നദിയിൽ മുങ്ങേണ്ടി വരുന്ന സാഹചര്യത്തിൽ, അതുപോലെ തന്നെ കയ്യിൽ നിന്ന് താഴെ വീഴുന്ന സാഹചര്യത്തിലൊക്കെ ഇത് വളരെ പെട്ടെന്ന് തന്നെ DSLR അല്ലെങ്കിൽ മിറർലെസ് ക്യാമറകൾ കംപ്ലൈന്റ് വരുവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിലെല്ലാം നമുക്ക് ഈ ഗോപ്രോ പോലുള്ള കോമ്പാക്ട് ക്യാമറകൾ ഉപയോഗിക്കുവാൻ വേണ്ടി സാധിക്കും. ഈ ഗോപ്രോ പോലെയുള്ള കോമ്പാക്ട് ക്യാമറ, ഗോപ്രോ മാത്രമല്ല, ഇതൊരു കമ്പനിയുടെ പേരാണ്. ഇതുപോലെ തന്നെ ഒരുപാട് കമ്പനികളും ഇപ്പോൾ കോമ്പാക്ട് ക്യാമറകൾ, അഡ്വഞ്ചർ കോമ്പാക്ട് ക്യാമറകൾ ഇറക്കുന്നുണ്ട്. അപ്പോൾ ആ ക്യാമറകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുള്ളി വെതർ സീൽഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ, കടലിന്റെ അടിയിലേക്ക് പോയി ഡൈവ് ചെയ്യുന്ന, നദിയുടെ അടിയിലൊക്കെ പോയി ഡൈവ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു 50 മീറ്റർ വരെയൊക്കെ നമുക്ക് ഇത് കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ വെള്ളം കയറുവാൻ സാധ്യതയില്ല. അതുപോലെ തന്നെ ഇത് ഷോക്ക് പ്രൂഫ് ആണ്. അതായത് നമ്മുടെ കയ്യിൽ നിന്നും അത്യാവശ്യം ഒരു ചെറിയ രീതിയിലുള്ള ഹൈറ്റിൽ നിന്നൊക്കെ വീണ് കഴിഞ്ഞു കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള കംപ്ലൈന്റുകളൊന്നും ഇതിന് വരാറില്ല. ഇനി ഇവയുടെ സെൻസറുകൾ സാധാരണയായി 16 മെഗാപിക്സൽ, 24 മെഗാപിക്സൽ ആ രീതിയിലൊക്കെ, അല്ലെങ്കിൽ അതിന് മുകളിലൊക്കെ പുതുതായിട്ട് വരുന്ന മോഡലുകളൊക്കെ പോകുന്നുണ്ട്. ഈ ക്യാമറകളിലെല്ലാം ഒരുപാട് ഷൂട്ടിംഗ് മോഡുകളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് അഡ്വഞ്ചർ ആക്ടിവിറ്റി ചെയ്യുന്നവർക്ക് മാത്രമല്ല, നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ കൂടി നമുക്ക് ഈ ക്യാമറകൾ ഉപയോഗിച്ച് ഫോട്ടോകളും വീഡിയോകളും എടുക്കാവുന്നതാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗോപ്രോ പോലെയുള്ള ആക്ഷൻ ക്യാമറകളൊക്കെ സർഫർമാർ, അതുപോലെ തന്നെ സ്നോ ബോർഡർമാർ എല്ലാം ഒന്നില്ലെങ്കിൽ അവരുടെ ബോഡിയിലോ അല്ലെങ്കിൽ അവരുടെ ശരീരത്തിൽ തന്നെ ഈ ആക്ഷൻ ക്യാമറകൾ ഘടിപ്പിച്ചുകൊണ്ടാണ് ഈ ആക്ഷൻ ഷോട്ടുകളൊക്കെ എടുക്കുന്നത്. ഇത് വളരെ ഭാരം കുറഞ്ഞതുകൊണ്ടായി തന്നെ നമ്മളുടെ ശരീരത്തിലോ അല്ലെങ്കിൽ നമ്മളുടെ തലയിലൊക്കെ ഇത് ഘടിപ്പിച്ചുകൊണ്ട് നമുക്ക് ഫ്രീ ആയിട്ട് ആക്ഷൻ ഷോട്ടുകൾ എടുക്കുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ 4K വീഡിയോ ഒക്കെ നല്ല ഹൈ റെസൊല്യൂഷനിൽ തന്നെ എടുക്കുവാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഇനി നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ബിഗിനേഴ്സ് തന്നെ, പക്ഷേ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബിഗിനേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ക്യാമറയാണ്. ഇതിനെ പറയുന്നത് സൂപ്പർ സൂം ക്യാമറ എന്നാണ് ഈ ക്യാമറയെ പറയുന്നത്. ഈ ക്യാമറയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാമറയിൽ ലെൻസ് ഇൻബിൽറ്റ് ആയിട്ട് തന്നെ ഘടിപ്പിച്ചു വരുന്നു എന്നുള്ളതാണ്. അതായത് ഇതൊരു ഫിക്സഡ് ലെൻസ് ഡിസൈൻ ക്യാമറയാണ്. ഈ ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വൈഡ് ആംഗിൾ ആയിട്ട് ഫോട്ടോകളും വീഡിയോകളും എടുക്കുവാനും അതുപോലെ തന്നെ വളരെയധികം സൂം ചെയ്തുകൊണ്ട് ഫോട്ടോകളും വീഡിയോകളും എടുക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ക്യാമറയുടെ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ DSLR-ലോ മിറർലെസ്സിലോ ഒക്കെ ഉള്ളതുപോലെ നമുക്ക് ലെൻസുകൾ ഊരിമാറ്റി നമുക്ക് ആവശ്യമുള്ള രീതിയിൽ ലെൻസുകൾ ഫിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ല. ഇതിൽ വരുന്നത് ഒരു നല്ല രീതിയിൽ സൂം ചെയ്യാൻ കഴിയുന്ന ഒരു വലിയ ലെൻസാണ് ഇതിന്റെ കൂടെ ഘടിപ്പിച്ചു വരുന്നത്. ഇതിൽ പുതുതായിട്ട് വരുന്ന ക്യാമറകളിലെല്ലാം 60x അല്ലെങ്കിൽ അതിന് മുകളിൽ വരെ സൂമിംഗ് തരുന്ന രീതിയിലുള്ള സൂപ്പർ സൂം ലെൻസുകൾ ഘടിപ്പിച്ചിട്ടാണ് ഇത് വരുന്നത്. ഉദാഹരണം പറഞ്ഞ് അത് നമുക്ക് DSLR-ന് ഇക്വലന്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു 1400 mm ഒക്കെ സൂമിംഗ് അല്ലെങ്കിൽ നമുക്ക് സൂമായിട്ട് ഫോട്ടോ എടുക്കാൻ കഴിയുന്ന ഒരു ലെൻസാണ് ഇതിലുണ്ടായിരിക്കുക. ഇതിലൊരു സൂപ്പർ ടെലിഫോട്ടോ ലെൻസ് ഉള്ളത് കൊണ്ട് തന്നെ ലക്ഷക്കണക്കിന് രൂപ നമുക്ക് ഇപ്പോൾ DSLR മിറർലെസ്സിൽ ഘടിപ്പിക്കുന്ന സൂപ്പർ ടെലിഫോട്ടോ ലെൻസുകൾക്കെല്ലാം ലക്ഷക്കണക്കിന് രൂപ വില വരുന്നതാണ്. അതുപോലെ തന്നെ ഈ DSLR-നും മിറർലെസ്സിനും എല്ലാതും ലക്ഷക്കണക്കിന് രൂപ വില വരുന്നതാണ്. അതൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഇതിൽ സൂപ്പർ ടെലിഫോട്ടോ ലെൻസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഇത് ആ രീതിയിൽ സൂം ചെയ്ത് ഉപയോഗിക്കാൻ കഴിയുന്നതായിരിക്കും. പിന്നെ ഈ ക്യാമറ ഒരു DSLR അല്ലെങ്കിൽ മിറർലെസ് ഒരു ടെലിഫോട്ടോ ലെൻസ് ഘടിപ്പിച്ചിട്ട് വരുന്ന അത്ര വലുപ്പമോ അത്രയ്ക്ക് ഭാരമോ ഇതിനുണ്ടായിരിക്കില്ല. ഇത് അതിനേക്കാളും ഒരു കോമ്പാക്ട് ആയിട്ടുള്ള ക്യാമറയാണ്. അപ്പോൾ ഇതിന്റെ മെയിൻ ലിമിറ്റേഷൻ വരുന്നത് നമുക്ക് ലെൻസ് മാറ്റുവാൻ സാധിക്കുകയില്ല. അപ്പോൾ കമ്പനി ഏത് ലെൻസാണ് അതിൽ ഘടിപ്പിച്ച് നമുക്ക് തന്നിട്ടുള്ളത് ആ ലെൻസ് തന്നെ വെച്ചുകൊണ്ട്
നമുക്ക് ഫോട്ടോകൾ എടുക്കേണ്ടി വരും. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മാക്രോ ഷോട്ടൊക്കെ എടുക്കണമെങ്കിൽ ഇത്തരം ക്യാമറകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു മാക്രോ ഷോട്ട് എടുക്കാൻ വേണ്ടി ചില ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്. പിന്നെ നമ്മൾ DSLR അല്ലെങ്കിൽ മിറർലെസ്സിൽ ഉപയോഗിക്കുന്നത് പോലെ ലോ ലൈറ്റിലൊക്കെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് f2 ഒക്കെ വരുന്ന ഫാസ്റ്റ് ആയിട്ട് ഉള്ള ലെൻസുകൾ, പ്രൈം ലെൻസുകൾ എല്ലാം ഇതിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല എന്നുള്ളത് ഇതിന്റെ ഒരു ലിമിറ്റേഷൻ ആണ്. എന്നിരുന്നാലും ഇതിന് നല്ല സൂപ്പർ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഈ തരം ക്യാമറകൾക്ക് അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എടുക്കുന്ന വീഡിയോകളും ഫോട്ടോകളും എല്ലാം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള വീഡിയോകൾ എടുക്കാൻ വേണ്ടി നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ഇതിൽ ഒരുപാട് മാനുവൽ ഓപ്ഷനുകൾ ഇല്ലെങ്കിലും അത്യാവശ്യം ലിമിറ്റഡ് ആയിട്ടുള്ള ചില മാനുവൽ ആയിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷനുകളെല്ലാം കമ്പനി ഇതിൽ തരുന്നുണ്ട്. അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിൽ ഇലക്ട്രോണിക് വ്യൂ ഫൈൻഡർ വരുന്നുണ്ട്. അതുപോലെ തന്നെ HD ആയിട്ടും 4K ഒക്കെ ആയിട്ട് എടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ക്യാമറകളും ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഈ ക്യാമറ എന്ന് പറയുന്നത് ബിഗിനർ ആയിട്ടുള്ള ഒരു ഫോട്ടോഗ്രാഫർക്ക് നിങ്ങൾ കോമ്പാക്ട് ക്യാമറ അല്ലെങ്കിൽ പോയിന്റ് ഓഫ് ഷൂട്ട് ക്യാമറ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യണം. പക്ഷെ നിങ്ങൾക്ക് DSLR അല്ലെങ്കിൽ മിറർലെസ് ക്യാമറ മേടിക്കാനുള്ള പൈസ ഇല്ല. അതുപോലെ തന്നെ അതിൽ ഉപയോഗിക്കുന്ന ഇന്റർചേഞ്ചബിൾ ആയിട്ടുള്ള ലെൻസുകളും വാങ്ങാൻ ഉള്ള പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു ഓപ്ഷനാണ് ഈ സൂപ്പർ സൂം ആയിട്ടുള്ള ഈ ക്യാമറകൾ. ഇനി അടുത്തതായിട്ട് നമ്മളൊരു സൂപ്പർ സൂം ക്യാമറയൊക്കെ ഉപയോഗിച്ചു അതിൽ എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ നമുക്ക് അടുത്തായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുന്ന ഒരു തരം ക്യാമറകളാണ് ക്രോപ്പ് സെൻസർ ക്യാമറകൾ അല്ലെങ്കിൽ APS-C ക്യാമറകൾ എന്ന് പറയുന്നത്. ഇവ DSLR അല്ലെങ്കിൽ മിറർലെസ് ക്യാമറകളുടെ ആ ശ്രേണിയിൽ പെടുന്ന ഒരു ക്യാമറയാണ്. പക്ഷെ ഇതിൽ നമ്മൾ ഫുൾ ഫ്രെയിം DSLR അല്ലെങ്കിൽ മിറർലെസ് ക്യാമറകളിലുള്ള സെൻസറിന്റെ അത്രയ്ക്ക് വലിപ്പം ഇതിന്റെ സെൻസറിനുണ്ടായിരിക്കില്ല. അതിനേക്കാളും വലിപ്പം കുറഞ്ഞ സെൻസറാണ് ഇതിൽ വരുന്നത്. പക്ഷെ ഇത് കോമ്പാക്ട് ക്യാമറകളെക്കാളും മൊബൈൽ ക്യാമറകളെക്കാളും ഇതിന്റെ സെൻസർ വലിപ്പം കൂടിയതാണ്. ഇനി ഈ വലിപ്പ വ്യത്യാസം കൊണ്ട് തന്നെ നമുക്കൊരു ഗുണം കൂടിയുണ്ട്. അതായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു ക്രോപ്പ് ഫാക്ടർ ഉണ്ട്. നമ്മൾ ഫുൾ ഫ്രെയിമിന്റെ ലെൻസ് ഈ ക്രോപ്പ് സെൻസർ ക്യാമറകൾ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോപ്പ് ഫാക്ടർ കൊണ്ട് നമുക്ക് ഗുണിക്കുന്നത് പോലെ അതിന്റെ ഒരു ഫോക്കൽ ലെങ്ത് കൂടുതലായി കിട്ടുന്നു. സാധാരണയായിട്ട് നമ്മൾ ഗുണിക്കാറുള്ളത് 1.5x അല്ലെങ്കിൽ 1.6x ക്രോപ്പ് ഫാക്ടർ ആണ് നമ്മൾ ഇത് ഗുണിക്കാറുള്ളത്. ഈ ക്രോപ്പ് ഫാക്ടർ നമുക്ക് സാധാരണഗതിയിൽ ടെലിഫോട്ടോ ആയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കുന്നവർക്ക്, അതായത് വൈൽഡ് ലൈഫ് ഫോട്ടോയൊക്കെ പോലെയുള്ള അല്ലെങ്കിൽ സ്പോർട്സ് ഫോട്ടോ എടുക്കുന്നവർക്കൊക്കെ ഈ ക്രോപ്പ് ഫാക്ടർ അഡീഷണൽ ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് വരുന്നത് കൊണ്ട് തന്നെ അധികം റീച്ച് കിട്ടും. അതായത് നമുക്ക് കുറച്ചുകൂടി ദൂരെയുള്ള വസ്തുക്കളെ ഈ ക്രോപ്പ് ഫാക്ടർ കൊണ്ട് നമുക്ക് അടുത്തായി ലെൻസിലൂടെ കാണാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഫോട്ടോ എടുക്കാനും കഴിയുന്നു. ഇനി പുതുതായിട്ട് വരുന്ന APS-C ക്യാമറകളൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഫോട്ടോയും വീഡിയോയും എടുക്കുവാൻ കഴിയും. അതുപോലെ തന്നെ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന ക്യാമറകളെല്ലാതും അതിന്റെ ലോ ലൈറ്റിൽ പോലും നമുക്ക് നല്ല രീതിയിൽ ഫോട്ടോയും വീഡിയോയും എടുക്കാൻ കഴിയുന്ന കപ്പാസിറ്റിയോട് കൂടിയിട്ടാണ് വരുന്നത്. ഇത് ഫുൾ ഫ്രെയിം ക്യാമറകളെക്കാളും വില കുറഞ്ഞതായതുകൊണ്ട് തന്നെ ഒരു അമേച്ചർ ആയിട്ട് അല്ലെങ്കിൽ ബിഗിനർ ആയിട്ടുള്ള ഫോട്ടോഗ്രാഫർക്കും അതുപോലെ തന്നെ ഫോട്ടോഗ്രാഫി ഒരു ഹോബി ആയിട്ട് കൊണ്ട് നടക്കുന്ന ആളുകൾക്കും, അതിൽ നിന്ന് പൈസ ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു ഹോബി ആയിട്ട് കൊണ്ട് നടക്കുന്ന ഫോട്ടോഗ്രാഫേഴ്സിനും ഇത് വളരെ പ്രയോജനപ്പെടുന്ന തരത്തിലുള്ള ഒരു ക്യാമറ ശ്രേണിയാണ്. ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ സൂം ക്യാമറയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിൽ നമുക്ക് ലെൻസുകൾ മാറ്റി ഇടുവാൻ വേണ്ടി സാധിക്കും. ഈ APS-C ലെവലിൽ തന്നെ വരുന്ന ലെൻസുകളുണ്ട്. ആ ലെൻസുകൾക്ക് സാധാരണ ഫുൾ ഫ്രെയിമിൽ വരുന്ന ലെൻസുകളെക്കാളും വില കുറവായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഫുൾ ഫ്രെയിമിന്റെ ലെൻസും ഈ APS-Cയിൽ ഇട്ട് നേരത്തെ പറഞ്ഞ പോലെ കൂടുതൽ റീച്ച് കിട്ടാവുന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് വിവിധ തരം ഷൂട്ടിംഗ് സാഹചര്യങ്ങളിൽ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഫോട്ടോ എടുക്കാൻ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വീഡിയോ ഒക്കെ പ്രൊഫഷണൽ ആയിട്ട് തന്നെ എടുക്കാവുന്ന രീതിയിലുള്ള ക്യാമറകളാണ് ഇപ്പോൾ വരുന്നത്. എന്നിരുന്നാലും ഈ ക്യാമറകളുടെ ഒരു പോരായ്മയായിട്ട് വരുന്നത് ഇത് ഫുൾ ഫ്രെയിം ക്യാമറകളെക്കാളും ഡൈനാമിക് റേഞ്ച് കുറവായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹയർ ISOയിലൊക്കെ പോയിട്ട് ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോൾ അതിൽ ഡിജിറ്റൽ നോയ്സ് വരുവാൻ വേണ്ടിയിട്ടുള്ള സാധ്യത കൂടുതലാണ് ഈ APS-C ക്യാമറകളിൽ.